രൂക്ഷമായ കാട്ടാന ശല്യം തടയാൻ 16 കിലോമീറ്ററിലധികം ദൂരത്തിൽ സൗരോർജ്ജ ഫെൻസിംഗ് സ്ഥാപിച്ച് ഉദയഗിരി പഞ്ചായത്ത്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയാണ് കേരള കർണാടക വനാതിർത്തിയിൽ സൗരോർജ്ജ തൂക്കുവേലികൾ സ്ഥാപിച്ചത്. കേരള കർണാടക വനാതിർത്തി അപ്പർച്ചിക്കാട് മഞ്ഞപ്പുല്ല് നമ്പ്യാർമല പ്രദേശം കൃഷി ഉപജീവനമാക്കിയവർ. കാടിറങ്ങിയെത്തുന്ന കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തി സകലതും നശിപ്പിക്കും. കഴിഞ്ഞ വർഷം വീട്ടുമുറ്റം വരെ കാട്ടാനെത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായതോടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചു. അങ്ങനെയാണ് 1,35,00,000 രൂപ ചിലവിൽ നബാർഡിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ 16 കിലോമീറ്ററിലധികം ദൂരത്തിൽ വന്യമൃഗശല്യം തടയാനായി സൗരോർജ്ജ തൂക്കുവേലികൾ സ്ഥാപിച്ചത്. ഈ പ്രദേശത്ത് ആകെ കൃഷിക്കാരാണുള്ളത്. കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കൃഷി ചെയ്ത തെങ്ങ്, കമുക്, വാഴ തുടങ്ങിയവയെല്ലാം ആന വന്ന് നശിപ്പിക്കുന്ന സ്ഥിതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടരുകയാണ്. ഇതിന് പരിഹാരം എന്ന നിലയിലാണ് ഉദയഗിരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ത്രിതല പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി സോളാർ ഹാങ്ങിങ് ഫെൻസിങ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോയത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ 9 കിലോമീറ്റർ മഞ്ഞപ്പുല്ല് മുതൽ നമ്പ്യാർമല വരെയുള്ള പ്രദേശത്ത് ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിന് വേണ്ടി 75 ലക്ഷം രൂപ വനംവകുപ്പിൽ നിക്ഷേപിക്കുകയും അതുപ്രകാരമുള്ള പണി 90% പൂർത്തിയായിരിക്കുകയുമാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത ഘട്ടങ്ങളിലെ പ്രവർത്തികൾ താമസമിന ആരംഭിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. സൗരോർജ്ജ വേലി യാഥാർത്ഥ്യമായതോടെ കർഷകരും ഹാപ്പിയായി. ഒപ്പം ആനപ്പേടിയില്ലാതെ വീടുകളിൽ അന്തിയുറങ്ങാമല്ലോ എന്ന ആശ്വാസവും. ഈ വേലി വന്നതിന് ശേഷം ഇതുവരെ ആന ഇങ്ങോട്ട് കയറിയിട്ടില്ല. അതിന് മുമ്പേ എല്ലാ ദിവസവും തന്നെ ആനശല്യമായിരുന്നു. അപ്പം ആനയ്ക്ക് അതിനൊരു മാറ്റമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണിത് ഈ ഒരു വേലി വന്നത്. വേലി സ്ഥാപിക്കാൻ കാട് വെട്ടിത്തെളിച്ച് വഴിയൊരുക്കാൻ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡും നാട്ടുകാരും ഒന്നായി ഇറങ്ങിയതും വേലി നിർമ്മാണം വേഗത്തിലാക്കാൻ സഹായകരമായി. ന്യൂസ് ബ്യൂറോ, ആലക്കോട്.